ഇവിടെ. തറ വൃത്തികേടായി കിടക്കുന്നു, തുണി മുഴുവൻ കട്ടിൽ വാരി വലിച്ചിട്ടിരിക്കുന്നു, അടുക്കളയിൽ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. നീ വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു? ഞാനൊന്നും ചെയ്തില്ല. അതെന്താ നീ ഒന്നും ചെയ്യാതിരുന്നേ? എന്നും ഓഫീസിൽ വരുമ്പോൾ മോഹനോട് ചോദിക്കാറില്ലേ നീ ഇവിടെ എന്താ ചെയ്തെന്ന്? ഇപ്പം മനസ്സിലായോ? ഇതിന് മുന്നേ ഉള്ള ദിവസങ്ങളില് കോടതിയിൽ നിന്ന് വരുമ്പോ ഞാൻ ഇവിടെ എന്താ ചെയ്തിരുന്നെന്ന്? ഇപ്പൊ എനിക്ക് മനസ്സിലായി. മോഹനേട്ടൻ എല്ലാം മനസ്സിലാവും. എന്റെ ഈശ്വരാ, ഈ വീട്ടിലെ ജോലി ചെയ്ത് ഞാൻ മടുത്തു. എന്റെ ഒരു തലവിധി. ഭാമേ, നീ ഇങ്ങനെ പിണങ്ങി പോകാതെ. അത് പിന്നെ മോഹനേട്ടൻ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയാന്ന് കരുതി ഇരിക്കുവായിരുന്നു ഞാൻ. ലോട്ടറി അടിച്ചോ? അതല്ല. പിന്നെ? അതെ. അതല്ല മോനേട്ടാ. ഏതല്ല ഭാമേ? നമുക്കിടയിലേക്ക് ഒരാൾ കൂടി വരുന്നു. എന്റെ പൊന്നെ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഇതെന്താ ജാമിന്റെ പരസ്യവും? ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ, മധുരത്തേൻ പകർന്നാട്ടെ. മോഹനേട്ടൻ ഇത്രയും സന്തോഷം ഉണ്ടാവുന്ന ഞാൻ കരുതിയില്ല. സന്തോഷിക്കാതെ പിന്നെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ നീ ഇപ്പൊ പറഞ്ഞത്? എങ്കിൽ പിന്നെ എന്റെ അച്ഛനോട് ഒരാഴ്ച മുന്നേ വരാൻ പറയുമായിരുന്നു. നമ്മുടെ കൂടെ ഒരു മാസം താമസിക്കാനായി എന്റെ അച്ഛൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇതാണ് വലിയ കാര്യം. നമുക്കിടയിൽ ഒരാൾ വരുന്നു പറഞ്ഞപ്പോ ഞാനൊരു അച്ഛനാകാൻ പോകുന്ന കാര്യം സന്തോഷിച്ചതാ. എല്ലാം വെറുതെ. ഓ, അപ്പൊ എന്റെ അച്ഛൻ ഒരു ശല്യമാണല്ലേ? നിന്റെ അച്ഛൻ എനിക്ക് മാത്രമല്ല, ഈ വില്ലേജിന് മുഴുവൻ ഒരു ശല്യമാണ്. അതൊക്കെ നീ എന്റെ അച്ഛനെ കണ്ടുപിടിക്കണം. അയ്യടാ, മോഹനേട്ടൻ അച്ഛനെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നത് നല്ലത്. എന്താണ് എന്റെ അച്ഛൻ ഒരു കുറവ്? എന്റെ അച്ഛൻ റേഷൻ കടയിലൂടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് പുഴുക്കലരി കൊടുക്കുമായിരുന്നു. പുഴുക്കലരി. ഒരു പുഴുക്കലരി, പുഴു പ്ലസ് കല്ല പ്ലസ് അരി, അതല്ലേ നിങ്ങൾ അച്ഛൻ കൊടുത്തോണ്ടിരുന്ന പുഴുക്കലരി? കൂടുതൽ സംസാരിച്ചാൽ നിന്റെ പുഴുപ്പല്ലടിച്ചാ താഴെ. പിന്നെ എന്താണ് നീ കാണിച്ചത്? ഇങ്ങനെ വില്ലേജ് ഓഫീസർ കെ മോഹനേഷിന്റെ മുഖത്ത് നോക്കി ആരും ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചാൽ എന്താ? ആരും എന്റെ മുഖത്ത് നോക്കി ഇതുവരെ ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇത് തിരിച്ചെടുക്കണം. അത്രയല്ലേ ഉള്ളൂ. തിരിച്ചെടുത്തിരിക്കുന്നു. അയ്യോ, സാമേനൻ. വരുന്ന അടുത്ത മാറണം. അച്ഛൻ വന്നില്ലെങ്കിൽ എന്റെ മോൻ വന്നിട്ടുണ്ട്. ഒന്ന് മിണ്ടായിരിക്കും മോനേട്ടാ. മോനേട്ടന്റെ അളിയന ഒരു വേട്ടാവളിയെ. കാണുന്നു അമ്മ. എന്താളിയാ എല്ലാം കാണുന്ന ആളെ ഇത് കണ്ടില്ലായിരുന്നു? ആക്കണാടെ, നിങ്ങൾക്കെപ്പോഴും ഇത് തന്നെ കുട്ടികളെ. അളിയൻ ഇത്ര നാൾ എവിടെയായിരുന്നു? അങ്ങ് കേദാർനാഥ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ഒരു യാത്ര. അളിയൻ ഇവിടേക്ക് പോയിരുന്നു? ഇല്ലടെ, പോണോന്നുണ്ടായിരുന്നു. വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. നിന്റെ ആങ്ങളെ എന്നടി ചാക്കിക്കൊത്ത ചാങ്കാരെ. സാമേട്ടാ, ഈ മോഹനേട്ടൻ എപ്പോഴും എന്നോട് വഴക്കാ. ഞാൻ മടുത്തു. ഓഹോ, എങ്കിൽ പിന്നെ ബന്ധം വേർപെടുത്തിയാ പിന്നെ സാമേട്ടൻ എനിക്ക് ചെലവിന് തരുമോ? അളിയാ, ഈ വിവരമില്ലാത്തവളെ കൊണ്ട് ഞാൻ മടുത്തു. അവക്കോ വിവരമില്ല, അത് ബോധമില്ലാത്ത നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? ഞാൻ സാമേട്ടന് കുടിക്കാൻ ഒരു ചായ എടുക്കാം. നിക്ക്, 2 പഴവും കൂടെ. ശരി. സഹോദരിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എനിക്കും. അളിയാ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പിന്നെ എവളോട് ജീവിച്ച മടുത്തു. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. മോഹനേട്ടനോട് ജീവിച്ച് ഞാനും മടുത്തു. നിന്റെ കൂടെ ജീവിച്ച് ഞാനും മടുത്തു. മോഹനേട്ടാ, നിർത്ത്. എന്ത്? അവളെ നടികൊണ്ട് ചുരുളുന്നീ. കൊച്ചിലെ എന്നെ അടുത്ത് ഇടിച്ച് പിരിച്ചിട്ടുണ്ടോ ഇവള്? ഓഹോ, സാമേട്ടാ, ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഓക്കെ, നോമൊന്ന് കബഡി എടുക്കട്ടെ. അളിയൻ കബഡി കളിക്കാനാണ് ഇവിടെ വന്നത്? അയ്യേ, അതല്ലളിയാ, നോമൊന്ന് ഗണിക്കട്ടെ എന്ന്. എന്നാ പിന്നെ ഗണി. പ്രശ്നപ്പലക. അപ്പൊ ഈ പലകാണ് പ്രശ്നം. എന്നായിട്ട് ദൂരങ്ങളെ. ഇതാണടി നിന്റെ അളിയും ബ്രഹ്മചാരി എന്ന് പറഞ്ഞത്. പലയിൽ കുശ്ബു എഴുതി വെച്ചേക്കുന്നു. അയ്യേ, കുശ്ബു എന്നല്ലളിയാ. പിന്നെ ബുധൻ, ശുക്രൻ, ബുധൻ, അതാണ് കുശ്ബു. നിങ്ങൾ ഏതാടി ജാതി? തർക്കം വേണ്ട, ദൈവത്തിനെ ഞാൻ ഇപ്പൊ വരുത്തി തരാം. ഓം സ്വാഹ, ഓം നമസ്തായ, ഓം സ്വാഹ. അവൻ വരും, അവൻ നമ്മെ കാണാൻ രഥത്തിലേറി വരും. ഇന്ന് പകൽക്കാലം നാം നിൽക്കുന്ന സ്ഥലത്ത് അവൻ എത്തിയിരിക്കും. തെറ്റിപ്പോയി, എന്നാലും സാരമില്ല. അവൻ ഇന്ന് ഈ പകൽക്കാലം നമ്മെ കാണാൻ രഥത്തിലേറി ഇവിടെ വന്നിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഉണ്ടല്ലേ മകനെ, മകളെ, നാം പ്രത്യക്ഷനായി. ആരാ? നാം
ദൈവമാണ്. തെളിവുണ്ടാ? അശരീരി കേട്ടിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ആശാരി കേട്ടിട്ട് എന്ത് കാര്യം? ഞാൻ കേട്ടില്ലല്ലോ. കഴിഞ്ഞ 325 എപ്പിസോഡുകളായി നിങ്ങളുടെ പ്രശ്നം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം തരാനാണ് നാം വന്നിരിക്കുന്നത്. എന്റെ ദൈവമേ, ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. ഇതിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് മോഹനേട്ടനൊന്ന് മനസ്സിലാക്കി കൊടുക്കണേ. ഏറ്റവും ഇനിയും നീ പറ. എന്റെ കാരുണ്യവാനായ ദൈവമേ, ഓ അലിഞ്ഞടാ, എന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും മതിയടാ മതി, ചുരുക്കി പറ. എന്റെ കഷ്ടപ്പാടെന്താണെന്ന് ഭാമയെ അറിയണം. അറിയിക്കാം. നാം ഒരു ശാശ്വത പരിഹാരം പറയട്ടെ. ഓ, നാളെ മുതൽ ഇവന്റെ പണിയെല്ലാം ഇവളും ഇവളുടെ പണിയെല്ലാം ഇവനും ചെയ്യട്ടെ. എങ്ങനെ? സിമ്പിൾ. നാളെ മുതൽ ഇവൻ ഇവളായും ഇവൾ ഇവനായും മാറട്ടെ. നന്നായി. എന്റെ കഷ്ടപ്പാട് എന്താന്ന് മോഹനേട്ടനൊന്ന് അറിയട്ടെ. എന്റെയും. അപ്പോൾ നാം പോകുന്നു. തഥാസ്തു. അളേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലേ? ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, അച്ചട്ടാണ്. ദൈവത്തിനാണ് സത്യം, ചതിക്കല്ലേ. എന്നാ ഞങ്ങൾ പോയി കിടക്കട്ടാ. ആയിക്കോട്ടെ. അപ്പൊ ഈ ഞാനോ? കഴിഞ്ഞ പ്രാവശ്യം അകത്തല്ലേ കിടത്തിയത്? ഒരു കിണ്ടിയാ കാണാതെ പോയത്. സാമിയേട്ടാ, അയ്യോ അടിക്കലിയ, ഞാൻ മിച്ചർ എടുത്തിട്ടില്ല. ഞാൻ 2 പഴം എടുത്തിട്ടുള്ളൂ. സാമിയേട്ടാ ഞാനാ. മാറി ഭാമ, മാറി ഭാമേ. അയ്യോ, നീ എന്റെ അളിയനല്ല, നീ എന്റെ സഹോദരിയാണ്. ഭാമേ, എന്റെ അളിയൻ എവിടെയടി? അളിയോ അളിയോ അളിയ. അളിയൻ എന്റെ അളിയനല്ല, അളിയനെന്റെ പെങ്ങളാണ് അളിയ. അപ്പൊ മോഹനേട്ടൻ എവിടെ? മോഹിനിയാട്ടോ? മോഹിനിയാട്ടം അല്ല, മോഹനേട്ടൻ എന്റെ അളിയൻ. അളിയോ, മോഹനളിയോ. ഞാനിവിടെ ഉണ്ടളിയാ. അയ്യോ, അളിയനെ ആഫീസിൽ പോണ്ടേ? ഞാൻ കൃത്യം 9:38 ഇവിടെ നിന്ന് പുറപ്പെടും. ഭാമേ. എന്താ മോനേട്ടാ? ഭാമേ, ഞാൻ ഇറങ്ങുന്നു. അയ്യോ മോനേട്ടാ, കാപ്പി കുടിച്ചില്ല. ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായ കിടന്ന് കാപ്പി കഴിച്ചോളാം. പിന്നെ ഞാൻ മടങ്ങി വരുമ്പോഴേക്കും നിങ്ങൾ ഈ വീട്ടിലെ ജോലി മുഴുവൻ തീർത്തു വെച്ചേക്കണം. ആഹാ. എന്റെ സാമിയേട്ടാ, ഇവിടെ അതിന് മാത്രം എന്ത് ജോലിയുള്ളത്? മുറ്റുപടിക്കണം, തറ തുടയ്ക്കണം, പാത്രം കഴുകണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഈ കിടക്കുന്ന ബാക്കി ജോലികളൊക്കെ? ഏത്? എന്റെ ഈശ്വരാ. ഭാമേ, ഈ വില്ലേജ് ഓഫീസിലെ ജോലി ചെയ്ത് ഞാൻ മടുത്തു. അരമടക്കല്, പോക്ക് വരവ്, ജാതി ഇളയിക്കല് എന്നെ കൊണ്ട് വയ്യ. എന്റെ ഈശ്വരാ, ഇവിടുത്തെ ഈ വീട്ടുജോലി എല്ലാം ചെയ്ത് എന്റെ നടു ഒടിഞ്ഞു. സാരമില്ല, വാ നമുക്ക് പോയി കിടക്കാം. അപ്പൊ ഇന്ന് രാത്രിയിൽ ഞാൻ പുറത്ത് തന്നെ? ആ, പുറത്ത് തന്നെ. അയ്യോ, രാവിലത്തെ പഴങ്കഞ്ഞി എടുത്ത് കുടിച്ച ഞാൻ തന്നെ ഒരു അടി അടിച്ചോ? അതല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ രൂപം വേണം. എനിക്ക് സത്യഭാമ ആയാ മതി. എനിക്ക് മോഹനകൃഷ്ണൻ ആവണം. ഇതെന്താ ഭീമാപള്ളി പോയി സാധനം വാങ്ങിക്കും പോലെ? അപ്പം എടാ, ഇതൊക്കെ പാടുള്ള കേസാണ്, നടക്കില്ല. നടന്നേ പറ്റൂ. നിന്നെ ഞങ്ങൾ ഇന്ന് ദൈവമേ, എന്തോ ഇതാ ഞാൻ വീണ്ടും വന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? ഭാര്യയ്ക്കും ഭർത്താവിനും അവരവരുടേതായ റോളുകൾ ചെയ്യാനുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഇനി പരസ്പരം ഒരു പരാതികളുമില്ലാതെ ഞങ്ങൾ ജീവിച്ചോളാം. ഞങ്ങളെ വീണ്ടും പഴയ അവസ്ഥയിലാക്കിയാലും. ഓക്കെ ഓക്കെ, നിങ്ങളെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാനാണ് നാം വന്നത്. പക്ഷേ ഒരു പ്രശ്നം. ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നപ്പോൾ അരുതാത്ത ഒരു കാര്യം ഇവിടെ സംഭവിച്ചു. സത്യഭാമയായി മാറിയ മോഹനകൃഷ്ണന്റെ ഉദരത്തിൽ ഒരു ജീവന്റെ തുടിപ്പ്. അതുകൊണ്ട് മോഹനകൃഷ്ണ, 10 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ചിട്ടേ നിനക്കിനി പഴയ രൂപത്തിലാകാൻ കഴിയും. ഇതെന്താ എന്റെ ചുരിദാർ എടുത്തിട്ടിരിക്കണേ? നിന്റെ ചുരിദാർ? അയ്യോ, ഇതെങ്ങനെ? എന്താന്ന്? ഞാനൊരു സ്വപ്നം കണ്ടതാ. സ്വപ്നോ? ഒരു വല്ലാത്ത സ്വപ്നം.